എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് 9ാം ക്ലാസ്സിൻ്റെ കെമിസ്ട്രിയുടെ ഫസ്റ്റ് ചാപ്റ്റർ സ്ട്രക്ചർ ഓഫ് ആറ്റം. അപ്പം ആറ്റത്തിൻ്റെ ഘടന അതാണ് പഠിക്കാൻ പോകുന്നത്, സ്ട്രക്ചർ ഓഫ് ആറ്റം. അപ്പോൾ അവിടെ കുറേ പിക്ചേഴ്സൊക്കെ തന്നിട്ടുണ്ട്. നമ്മുടെ ചുറ്റും നോക്കിയാൽ എന്തെല്ലാം വസ്തുക്കളാണ് കാണുന്നത്. ഈ ഓരോ വസ്തുക്കളും വ്യത്യസ്ത രീതിയിലാണ്, ഓരോന്നും വ്യത്യസ്തമായ പദാർത്ഥങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. ഈ ഓരോ വസ്തുക്കളെയും കണ്ടു കഴിഞ്ഞാൽ ഇവയെല്ലാം നമുക്ക് ചുറ്റുപാടും കാണുന്ന ഈ ഓരോ വസ്തുക്കളും വ്യത്യസ്തമാണ്. അതുപോലെ തന്നെ ഇവയിൽ നിന്ന് വ്യത്യസ്തമായ പല പദാർത്ഥങ്ങളും നമ്മൾ പുതുതായി നിർമ്മിക്കുകയും ചെയ്യുന്നു. അപ്പം നോക്കി, ഈ ഓരോ വസ്തുക്കളുടെയും അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത്, അതിൻ്റെ ഏറ്റവും ചെറിയ കണിക എന്ന് പറയുന്നത്, അതിനെ നമ്മൾ എന്ത് പറയും? മോളിക്യൂൾ എന്ന് പറയും. അപ്പം ഈ പദാർത്ഥങ്ങളുടെ എല്ലാം എക്സ്ട്രീംലി സ്മോൾ പാർട്ടിക്കിൾ, ഏറ്റവും ചെറിയ കണികയെ നമ്മൾ എന്താ പറയും? മോളിക്യൂൾസ് അല്ലെങ്കിൽ തന്മാത്ര എന്ന് പറയും. നമ്മൾ തന്മാത്ര എന്താണെന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പം ഒരു പദാർത്ഥത്തിൻ്റെ അല്ലെങ്കിൽ ഒരു വസ്തുവിൻ്റെ അടിസ്ഥാനപരമായ ഏറ്റവും ചെറിയ കണികയാണ് നമ്മൾ മോളിക്യൂൾ അല്ലെ തന്മാത്ര എന്ന് പറയുന്നത്. ഒരു പദാർത്ഥത്തിൻ്റെ എല്ലാ ഗുണങ്ങളും അടങ്ങിയിരിക്കുന്ന അതിൻ്റെ ഏറ്റവും ചെറിയ കണികയാണ് മോളിക്യൂൾസ് അല്ലെങ്കിൽ തന്മാത്ര. അത് പിടികിട്ടിയോ? മോളിക്യൂൾ എന്താണ്? ഒരു വസ്തു എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു പദാർത്ഥം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ ഗുണങ്ങളും അടങ്ങിയ ഏറ്റവും ചെറിയ കണികയാണ് മോളിക്യൂൾ. അപ്പോൾ മോളിക്യൂൾ എന്താണെന്ന് മനസ്സിലായി. ഇപ്പം നമ്മൾ ഒരു തരി പഞ്ചസാര എടുക്കുന്നു. ഈ പഞ്ചസാരയെ നമ്മൾ എന്ത് ചെയ്യുന്നു? രണ്ടായിട്ട് മുറിക്കുന്നു. വീണ്ടും അതിലൊരു പീസിനെ വീണ്ടും രണ്ടായിട്ട് മുറിക്കുന്നു. അങ്ങനെ മുറിച്ച് ഏറ്റവും അവസാനം ഒരു കുഞ്ഞൊരു മുട്ടുസൂചിയുടെ തുമ്പിലിരിക്കുന്ന പോലുള്ള ഒരു കുഞ്ഞ് കണിക എടുത്താലും അതെടുത്ത് നമ്മൾ രുചിച്ച് നോക്കിയാലും അതിനെന്ത് കാണും? മധുരം കാണും. അത്ര ചെറിയ കണികയ്ക്ക് മധുരം കാണും. അങ്ങനെ ഒരു പദാർത്ഥത്തിൻ്റെ എല്ലാ ഗുണങ്ങളോടും കൂടിയ ഏറ്റവും ചെറിയ കണികയാണ് മോളിക്യൂൾ അല്ലെങ്കിൽ തന്മാത്ര എന്ന് പറയുന്നത്. അപ്പോൾ ഈ മോളിക്യൂളിനെ വീണ്ടും വിഭജിക്കാൻ പറ്റുമോ? അപ്പം മോളിക്യൂളിനെ വീണ്ടും വിഭജിച്ച് അതിലും ചെറിയ കണികയാക്കാൻ പറ്റും. അപ്പം മോളിക്യൂളിനെ വീണ്ടും ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ, വിഭജിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് ആറ്റം. അപ്പം മോളിക്യൂളിനെ വീണ്ടും ചെറുതാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടുന്നു? ആറ്റം. അല്ലെങ്കിൽ ആറ്റങ്ങൾ കൂടി ചേർന്നാണ് എന്തുണ്ടാകുന്നത്? മോളിക്യൂൾസ് ഉണ്ടാകുന്നത്. അപ്പം നോക്കിയേ, മോളിക്യൂൾ എന്ന് പറയുമ്പം എക്സ്ട്രീംലി സ്മോൾ പാർട്ടിക്കിളാണ്. അപ്പോൾ ഈ മോളിക്യൂളിനെ വീണ്ടും വിഭജിച്ച് കഴിഞ്ഞാൽ, വീണ്ടും ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. അതായത് മോളിക്യൂൾസ് ഓഫ് ഓൾ സബ്സ്റ്റൻസ് ആർ മെയ്ഡ് ഓഫ് എക്സ്ട്രീംലി സ്മോൾ പാർട്ടിക്കിൾസ് കോൾഡ് ആറ്റം. ഓരോ പദാർത്ഥത്തിലെയും ഏറ്റവും ചെറിയ കണികയായ മോളിക്യൂൾ, തന്മാത്രയെ ആറ്റങ്ങൾ ചേർന്നാണ്, തന്മാത്ര എന്ന് പറയുന്നത് ആറ്റങ്ങൾ ചേർന്നാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പം ഈ ആറ്റത്തെക്കുറിച്ച് ജോൺ ഡാൾട്ടൺ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ 1807 ഒരു സിദ്ധാന്തം, ആറ്റം തിയറി കൊണ്ടുവന്നു. അറ്റോമിക സിദ്ധാന്തം കൊണ്ടുവന്നു. അപ്പോൾ അതിനു മുമ്പ് വരെ മോളിക്യൂളാണ് ഏറ്റവും ചെറിയ കണിക എന്നൊക്കെ കരുതിയിരുന്നു. പിന്നീട് ഈ ജോൺ ഡാൾട്ടൺ ആണ് ആറ്റം സിദ്ധാന്തം കൊണ്ടുവരുന്നത്. അപ്പം ജോൺ ഡാൾട്ടൻ്റെ ആറ്റം സിദ്ധാന്തം എന്താണെന്ന് പഠിക്കണം. അതിനകത്ത് ജോൺ ഡാൾട്ടൻ്റെ ആറ്റം സിദ്ധാന്തത്തിനകത്ത് കുറച്ച് പോയിന്റുകൾ പറയുന്നുണ്ട്. അപ്പം അന്നൊക്കെ ഈ ശാസ്ത്രം ഒന്നും ഇത്രയും വളർന്നിട്ടില്ല ഇന്നത്തെ പോലെ. എങ്കിലും അവരെല്ലാം ഈ ഓരോ നിരീക്ഷണങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ, ശാസ്ത്രീയമായി തെളിയിച്ചിട്ടില്ല, അങ്ങനെയുള്ള നിരീക്ഷണങ്ങളുടെയും അവരുടെ കണ്ടെത്തലുകളുടെയും ഒക്കെ അടിസ്ഥാനത്തിലാണ് ഓരോ സിദ്ധാന്തങ്ങളും കൊണ്ടുവരുന്നത്. അപ്പം ജോൺ ഡാൾട്ടൻ്റെ ആറ്റോമിക് തിയറിയുടെ പ്രധാനപ്പെട്ട പോയിന്റുകൾ അത് പഠിച്ചു വയ്ക്കണം. അദ്ദേഹം പറഞ്ഞേക്കുന്നത് എന്താണെന്ന് നോക്കിക്കേ. അപ്പം അറ്റോമിക് തിയറി, ജോൺ ഡാൾട്ടൻ്റെ അറ്റോമിക് തിയറി, അതിൽ ഒന്നാമത്തെ പോയിന്റ്, മാറ്റർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് മൈന്യൂട്ട് പാർട്ടിക്കിൾസ് കോൾഡ് ആറ്റം. അപ്പം അതായത് ആറ്റം എന്ന ചെറിയ സൂക്ഷ്മ കണികകൾ കൊണ്ടാണ് ദ്രവ്യം നിർമ്മിച്ചിരിക്കുന്നത്. അല്ലെ മാറ്റർ എന്ന് പറയുന്നത് ദ്രവ്യം. മാറ്റർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് മൈന്യൂട്ട് പാർട്ടിക്കിൾസ് കോൾഡ് ആറ്റം. ആറ്റങ്ങൾ
അതായത് അതിസൂക്ഷ്മ കണങ്ങളായ ആറ്റങ്ങൾ കൊണ്ടാണ് ദ്രവ്യം നിർമ്മിച്ചിരിക്കുന്നത്. അടുത്ത രണ്ടാമത്തെ പോയിന്റ്, ആറ്റംസ് കനോട്ട് ബി ഡിവൈഡഡ് ഡ്യൂറിങ് കെമിക്കൽ റിയാക്ഷൻസ്. ആറ്റം ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ഡിസ്ട്രോയിഡ്. രാസപ്രവർത്തനം നടക്കുമ്പോൾ ആറ്റത്തിനെ ഡിവൈഡ് ചെയ്യാൻ, കനോട്ട് ബി ഡിവൈഡഡ്, വിഭജിക്കാൻ പറ്റത്തില്ല. ആറ്റത്തിനെ വിഭജിക്കാൻ പറ്റത്തില്ല. ഡ്യൂറിങ് കെമിക്കൽ റിയാക്ഷൻ, രാസപ്രവർത്തനം നടക്കുമ്പോൾ ആറ്റത്തെ വിഭജിക്കാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ആറ്റത്തെ നിർമ്മിക്കുവാനോ നശിപ്പിക്കുവാനോ കഴിയത്തില്ല. അപ്പോൾ എന്തൊക്കെയാണ് പറയുന്നത്? 2 പോയിന്റ്. ഒന്നാമത്തേത്, മാറ്റർ ഈസ് മെയ്ഡപ്പ് ഓഫ് മൈന്യൂട്ട് പാർട്ടിക്കിൾസ് കോൾഡ് ആറ്റം. പിന്നെ അതിസൂക്ഷ്മ കണങ്ങളായ ആറ്റങ്ങൾ കൊണ്ടാണ് ദ്രവ്യം നിർമ്മിച്ചിരിക്കുന്നത്. രണ്ടാമത്തേത്, ആറ്റം കനോട്ട് ബി ഡിവൈഡഡ് ഡ്യൂറിങ് കെമിക്കൽ റിയാക്ഷൻ. ആറ്റം ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ഡിസ്ട്രോയിഡ്. രാസപ്രവർത്തന വേളയിൽ ആറ്റത്തെ വിഭജിക്കാൻ കഴിയില്ല. അതുപോലെ ആറ്റത്തിനെ നിർമ്മിക്കുവാനോ നശിപ്പിക്കുവാനോ കഴിയുകയില്ല. മൂന്നാമത്തത്, ആറ്റം ഓഫ് ദ സെയിം എലമെന്റ് ആർ ഐഡന്റിക്കൽ ഇൻ പ്രോപ്പർട്ടീസ്, സൈസ് ആൻഡ് മാസ്. ആറ്റം ഓഫ് ദി സെയിം എലമെന്റ് ആർ ഐഡന്റിക്കൽ ഇൻ പ്രോപ്പർട്ടി. ഒരേ മൂലകത്തിൻ്റെ എല്ലാ ആറ്റങ്ങളും ഗുണങ്ങളിലും വലിപ്പത്തിലും ഭാരത്തിലും ഒരുപോലെയാണ്. ഒരേ മൂലകങ്ങളുടെ എല്ലാ ആറ്റങ്ങളും പ്രോപ്പർട്ടീസ്, ഗുണങ്ങളിലും വലിപ്പത്തിലും ഭാരത്തിലും ഒരുപോലെയാണ്. അടുത്തത്, ആറ്റം ഓഫ് ഡിഫറെൻ്റ് എലമെൻറ്റ് ഡിഫർ ഇൻ ദെയർ പ്രോപ്പർട്ടീസ് ആൻഡ് സൈസ് ആൻഡ് മാസ്. അപ്പം വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റങ്ങൾ ഗുണങ്ങളിലും ഭാരത്തിലും വ്യത്യസ്തമാണ്. വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റങ്ങൾ ഗുണങ്ങളിലും ഭാരത്തിലും വ്യത്യാസമാണ്. അടുത്ത പോയിന്റ്, ആറ്റം ഈസ് ദ സ്മോളസ്റ്റ് പാർട്ടിക്കിൾ ദാറ്റ് ക്യാൻ ടേക്ക് പാർട്ട് ഇൻ കെമിക്കൽ റിയാക്ഷൻ. ഒരു രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. ആറ്റം ഈസ് ദ സ്മോളസ്റ്റ് പാർട്ടിക്കിൾ ദാറ്റ് ക്യാൻ ടേക്ക് പാർട്ട് ഇൻ കെമിക്കൽ റിയാക്ഷൻ. ഒരു രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. കോമ്പൗണ്ട്സ് ആർ ഫോംഡ് വെൻ ആറ്റം ഓഫ് 2 or more എലമെൻറ്റ്സ് കമ്പൈൻ ഇൻ എ സിമ്പിൾ റേഷ്യോ. ഇപ്പോൾ ഒരു സംയുക്തം ഉണ്ടാകുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, 2 അതിലധികം ആറ്റങ്ങൾ ഒരു സിമ്പിൾ റേഷ്യോ, ഏറ്റവും ലളിതമായ റേഷ്യോയിൽ കൂടിച്ചേർന്നാണ് ആറ്റം ഉണ്ടാകുന്നത്. കോമ്പൗണ്ട്, സംയുക്തം ഉണ്ടാകുന്നത്. ആറ്റങ്ങൾ കൂടിച്ചേർന്നാണ് സംയുക്തം ഉണ്ടാകുന്നത്. അപ്പോൾ 2 അതിലധികമോ ആറ്റങ്ങൾ സിമ്പിൾ റേഷ്യോയിൽ കൂടിച്ചേർന്നാണ് ഒരു സംയുക്തം, കോമ്പൗണ്ട് ഉണ്ടാകുന്നത്. അപ്പോൾ ഇത്രയും പോയിന്റാണ് ജോൺ ഡാൾട്ടൻ്റെ ആറ്റം സിദ്ധാന്തത്തിൽ പറയുന്നത്. അപ്പോൾ ആറ്റം സിദ്ധാന്തം ഒന്നുകൂടെ നോക്കിക്കേ. ഒന്നാമത്തെ പോയിന്റ്, മാറ്റർ ഈസ് മെയ്ഡപ്പ് ഓഫ് മൈന്യൂട്ട് പാർട്ടിക്കിൾസ് കോൾഡ് ആറ്റം. അതിസൂക്ഷ്മങ്ങളായ ആറ്റങ്ങൾ കൊണ്ടാണ് സൂക്ഷ്മ കണികകളായ ആറ്റങ്ങൾ കൊണ്ടാണ് ദ്രവ്യം നിർമ്മിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ, ആറ്റം ക്യാനോട്ട് ബി ഡിവൈഡഡ് ഡ്യൂറിങ് കെമിക്കൽ റിയാക്ഷൻ. ആറ്റം ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ഡിസ്ട്രോയിഡ്. രാസപ്രവർത്തനം നടക്കുമ്പോൾ ആറ്റത്തിനെ വിഭജിക്കാൻ കഴിയുകയില്ല. അതുപോലെ തന്നെ ആറ്റം നിർമ്മിക്കുവാനോ നശിപ്പിക്കുവാനോ കഴിയുകയില്ല. മൂന്നാമത്തേത്, ആറ്റം ഓഫ് ദി സെയിം എലമെന്റ് ആർ ഐഡന്റിക്കൽ ഇൻ പ്രോപ്പർട്ടീസ്, സൈസ് ആൻഡ് മാസ്. ഒരേ മൂലകത്തിൻ്റെ ആറ്റത്തിന് ഒരേ ഗുണവും സൈസും ഭാരവുമാണ്. അതേപോലെ തന്നെ അടുത്തത്, ആറ്റം ഓഫ് ഡിഫറെൻ്റ് എലമെന്റ് ഡിഫർ ഇൻ പ്രോപ്പർട്ടീസ്, സൈസ് ആൻഡ് മാസ്. വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റങ്ങൾ ഗുണങ്ങളിലും സൈസിലും മാസിലും വ്യത്യസ്തത കാണിക്കുന്നു. ആറ്റം ഈസ് ദ സ്മോളസ്റ്റ് പാർട്ടിക്കിൾ ദാറ്റ് ക്യാൻ ടേക്ക് പാർട്ട് ഇൻ കെമിക്കൽ റിയാക്ഷൻ. രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. കോമ്പൗണ്ട്സ് ആർ ഫോംഡ് വെൻ ആറ്റം ഓഫ് 2 or more എലമെൻറ്റ്സ് കമ്പൈൻ ഇൻ എ സിമ്പിൾ റേഷ്യോ. ഒരു സംയുക്തം ഉണ്ടാകുന്നത് 2 അതിലധികമോ ആറ്റങ്ങൾ ലളിതമായ റേഷ്യോയിൽ കൂടിച്ചേർന്നാണ് സംയുക്തം ഉണ്ടാകുന്നത്. ഇത്രയുമാണ് ജോൺ ഡാൾട്ടൻ്റെ ആറ്റം സിദ്ധാന്തം. ജോൺ ഡാൾട്ടൻ്റെ ആറ്റം സിദ്ധാന്തം വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ആ ജോൺ ഡാൾട്ടൻ്റെ ആറ്റം സിദ്ധാന്തം പഠിക്കുമ്പോൾ അതിൽ നിന്ന് വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി ആറ്റം ഓഫ് ആൻ എലമെൻറ്റ് അക്കോർഡിംഗ് ടു ദി അറ്റോമിക് തിയറി. ആ അറ്റോമിക് തിയറിയുടെ അടിസ്ഥാനത്തിൽ ആറ്റത്തിൻ്റെ പ്രത്യേകതകൾ, ക്യാരക്ടറിസ്റ്റിക്സ്, സ്വഭാവ സവിശേഷതകൾ എന്തൊക്കെയാണ് നമ്മൾ ജോൺ ഡാൾട്ടൻ്റെ അറ്റോമിക് തിയറി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ആ തിയറി നമ്മൾ പഠിച്ചല്ലോ. അപ്പോൾ അതിൽ നിന്ന് ആറ്റത്തെക്കുറിച്ച് എന്തൊക്കെ പറയാം?
ഒരു പദാർത്ഥത്തിൻ്റെ ഏറ്റവും ചെറിയ അടിസ്ഥാന ഘടകമാണ്, ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. ആറ്റത്തിനെ നമുക്ക് നിർമ്മിക്കുവാനോ നശിപ്പിക്കുവാനോ കഴിയില്ല, വിഭജിക്കാൻ കഴിയില്ല. പിന്നെ ഒരേ മൂലകങ്ങളുടെ ആറ്റങ്ങൾക്ക് ഒരേ ഗുണമാണ്, വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റങ്ങൾക്ക് വ്യത്യസ്ത ഗുണമാണ്. ഇതൊക്കെയാണ് ആറ്റത്തിൻ്റെ പ്രത്യേകതകൾ. ഇനി അപ്പം അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഡിഫറൻസ് ക്യാൻ യു ഇൻഫർ ബിറ്റ്വീൻ ദി ആറ്റം ഓഫ് ഡിഫറൻറ്റ് എലമെൻറ്റ്? വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റങ്ങൾക്ക് എന്ത് വ്യത്യാസം എന്നാണ് പറഞ്ഞത്? നമ്മൾ പറഞ്ഞ എന്താ, വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റങ്ങൾ സ്വഭാവത്തിലും സൈസിലും മാസിലും എല്ലാം വ്യത്യാസം കാണിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇത്രയുമാണ് ജോൺ ഡാൾട്ടൻ്റെ അറ്റം സിദ്ധാന്തം. അത് വളരെ പ്രധാനപ്പെട്ടതാണ്, നിങ്ങളത് വായിച്ച് പഠിച്ച് മനസ്സിലാക്കി വെക്കണം. ഇനിയും അടുത്തതെന്ന് പറഞ്ഞാൽ ആറ്റത്തേക്കാൾ ചെറിയ പദാർത്ഥങ്ങൾ ഉണ്ടോ എന്ന്, പാർട്ടിക്കിൾസ് ഉണ്ടോ, പാർട്ടിക്കിൾസ് സ്മോളർ ദാൻ ആറ്റം, ആറ്റത്തേക്കാൾ ചെറിയ അതായത് പാർട്ടിക്കിൾസ് ഉണ്ടോ എന്ന്. അപ്പോൾ അതിന് 2-3 എക്സ്പെരിമെൻ്റ് തരുന്നു, നിങ്ങളൊക്കെ ചെയ്തിട്ടുള്ളതായിരിക്കും. റബ് എ കോംബ് ഓൺ ഡ്രൈ ഹെയർ. നമ്മൾ ചീപ്പ് എടുത്തിട്ട് നമ്മുടെ ഡ്രൈ ഹെയർ, ഉണങ്ങിയ മുടിയിൽ ചീപ്പ് ഇങ്ങനെ കുറേ നേരം ചീപ്പ് വെച്ചിങ്ങനെ ഉരസി കഴിയുമ്പോൾ, എന്നിട്ട് പണ്ടൊക്കെ നിങ്ങൾ സ്കൂളിലൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും, എന്നിട്ട് കുഞ്ഞ് കഷ്ണമായിട്ട് മുറിച്ചിട്ടിട്ട് ആ പേപ്പറിലോട്ട് ഈ ചീപ്പ് കുറേ നേരം മുടിയിൽ ഇങ്ങനെ ഉരസിയ ചീപ്പ് കൊണ്ട് ആ പേപ്പർ കഷ്ണങ്ങളിലോട്ട് കാണിക്കുമ്പോൾ അതെന്താ അവിടെ സംഭവിക്കുന്നത്? ഈ പേപ്പർ കഷ്ണം ഈ ചീപ്പിലേക്ക് ആകർഷിക്കുന്നതായിട്ട് കാണാം, അട്രാക്റ്റ് ചെയ്യുന്നതായിട്ട് കാണാം. അപ്പം നമുക്ക് ചെയ്ത് നോക്കാവുന്നേ ഉള്ളൂ. നമ്മുടെ ഡ്രൈ ഹെയർ, ഉണങ്ങിയ മുടിയിലോട്ട് ഒരു ചീപ്പ് എടുത്ത് വെച്ച് ഇങ്ങനെ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ റബ്ബ് ചെയ്യണം, ഉരസിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് പേപ്പർ കഷ്ണം മുറിച്ചിടണം. എന്നിട്ട് ആ പേപ്പർ കഷ്ണം മുറിച്ച് ഇട്ടിട്ട് അതിലേക്ക് ഈ തലയിലിട്ട് ഇങ്ങനെ ഉരസിയ ചീപ്പ് ഒന്ന് കൊണ്ടുവന്ന് കാണിക്കണം. അപ്പം ഈ പേപ്പർ എന്ത് ചെയ്യുന്നു, ഈ ചീപ്പിലേക്ക് ആകർഷിക്കും. അതുപോലെ തന്നെ ടേക്ക് ആൻ ഇൻഫ്ലേറ്റഡ് ബലൂൺ, ഒരു ഊതി വീർപ്പിച്ച ബലൂണ്, അതേപോലെ തന്നെ ബലൂണ് കുറച്ച് നേരം നമ്മുടെ തലമുടിയിൽ ഇങ്ങനെ ഉരസിയിട്ട് ആ ബലൂണ് കൊണ്ടുവന്ന് നമ്മൾ ഏതെങ്കിലും ഒരു ഭിത്തിയുടെ അടുത്തേക്ക് കൊണ്ടുചെല്ലുമ്പം ആ ബലൂൺ എന്ത് ചെയ്യുന്നു, ആ ഭിത്തിയിൽ അട്രാക്റ്റ് ചെയ്യും. അപ്പോൾ എന്താ അവിടെ ഇങ്ങനെ അട്രാക്റ്റ് ചെയ്യാനുള്ള കാര്യം? അപ്പോൾ ഇതുപോലെ നമ്മുടെ ഡെയിലി ലൈഫിൽ കുറേ കാര്യങ്ങളുണ്ട്. സ്കെയിൽ വെച്ചും ഒക്കെ ഓരോരുത്തർ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന ചെറിയ ക്ലാസ്സുകളിൽ നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ കോമ്പും ചീപ്പും ബലൂണും ഒക്കെ ഇങ്ങനെ അട്രാക്റ്റ് ചെയ്യാൻ, മറ്റുള്ള വസ്തുക്കളെ അട്രാക്റ്റ് ചെയ്യാനുള്ള കാരണം എന്താ? അപ്പോൾ അതിനിങ്ങനെ കുറേ പരീക്ഷണങ്ങളും ഒക്കെ നടത്തിയതിന് ശേഷം കണ്ടെത്തിയ ഓരോ ശാസ്ത്രജ്ഞന്മാരും കുറേ പരീക്ഷണങ്ങൾ പലതരത്തിൽ ഈ ആറ്റത്തിനെ വീണ്ടും വിഭജിക്കാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ, അല്ലെ ആറ്റത്തിനേക്കാൾ ചെറിയ കണികയുണ്ടോ എന്ന രീതിയിൽ കുറേ പരീക്ഷണങ്ങൾ നടത്തി. അങ്ങനെ അവസാനം ഓരോ ശാസ്ത്രജ്ഞന്മാരും നടത്തിയ പരീക്ഷണങ്ങളും അവരുടെ കണ്ടെത്തലുകളുമാണ് ഇനി കുറച്ച് പഠിക്കുന്നത്. അപ്പം ഓരോ സയൻറ്റിസ്റ്റിൻ്റെ എക്സ്പെരിമെൻറ്റും ഫൈൻഡിങ്സും എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ജോൺ ഡാൾട്ടൻ്റെ അറ്റോമിക് തിയറി പഠിച്ചില്ലേ? അപ്പോൾ ജോൺ ഡാൾട്ടനെ കുറിച്ച് ഒരു കാര്യം നിങ്ങളുടെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ജോൺ ഡാൾട്ടന് ഒരു രോഗമുണ്ടായിരുന്നു, കളർ ബ്ലൈൻഡ്നെസ്. കളർ ബ്ലൈൻഡ്നെസ് എന്ന് പറഞ്ഞാൽ എല്ലാ നിറങ്ങളും തിരിച്ചറിയാൻ കഴിയാത്ത രോഗം. അതുകൊണ്ട് തന്നെ പിന്നീട് ഈ കളർ ബ്ലൈൻഡ്നെസ് എന്ന രോഗത്തിന് ഡാൾട്ടനിസം എന്ന പേരും വന്നു. എന്തുകൊണ്ടാണ് ഡാൾട്ടനിസം എന്ന് പേര് വന്നത്? ജോൺ ഡാൾട്ടന് ഈ രോഗമുള്ളത് കൊണ്ടാണ് ആ രോഗത്തിന് ഡാൾട്ടനിസം എന്ന പേര് വന്നത്. ഇനി നമുക്ക് ഓരോരുത്തരുടെയും എക്സ്പെരിമെൻറ്റ്, ഓരോ സയൻറ്റിസ്റ്റും നടത്തിയ എക്സ്പെരിമെൻറ്റ്, അവരുടെ കണ്ടെത്തലുകൾ എന്താണെന്ന് നോക്കാം. അപ്പോൾ ആദ്യത്തേത് സർ ഹംഫ്രി ഡേവി നോക്കിക്കേ. ബൈ യൂസിങ് ഇലക്ട്രിസിറ്റി സർ ഹംഫ്രി ഡേവി ഐസൊലേറ്റഡ് മെനി എലമെൻറ്റ്സ് ഫ്രം കോമ്പൗണ്ട്സ്. അപ്പം വൈദ്യുതി ഉപയോഗിച്ച് ഹംഫ്രി ഡേവി, അതായത് സംയുക്തങ്ങളിൽ നിന്ന്, കോമ്പൗണ്ട്സിൽ നിന്ന് അതിലടങ്ങിയിട്ടുള്ള എലമെൻസിനെ വേർതിരിച്ചെടുത്തു, വേർതിരിച്ചെടുത്തു. അപ്പോൾ ഏതൊക്കെയാണെന്നൊക്കെ, പൊട്ടാസ്യം, സോഡിയം, കാൽസ്യം, മഗ്നീഷ്യം, സ്ട്രോൺഷ്യം, ബേരിയം ആൻഡ് ബോറോൺ ആർ സം എമംഗ് ദം. അപ്പം ഇങ്ങനെ വേർതിരിച്ചെടുത്ത മൂലകങ്ങൾ, എലമെൻസ് ആണ് ഈ പറഞ്ഞതെല്ലാം. പൊട്ടാസ്യം, സോഡിയം, കാൽസ്യം, മഗ്നീഷ്യം, സ്ട്രോൺഷ്യം, ബേരിയം ആൻഡ് ബോറോൺ. അതായത് ഹംഫ്രി ഡേവി എന്താ ചെയ്തേ? വൈദ്യുതി ഉപയോഗിച്ച്, ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് കോമ്പൗണ്ടിൽ നിന്ന് എലമെൻറ്റിനെ സെപ്പറേറ്റ് ചെയ്തു.
സംയുക്തങ്ങളിൽ നിന്ന് അതിലടങ്ങിയിട്ടുള്ള മൂലകങ്ങളെ വേർതിരിച്ചെടുത്തു. He conducted experiments which involved the passage of electricity through liquids. ദ്രാവകങ്ങളിലൂടെ വൈദ്യുതി കടത്തിവിട്ടുള്ള പരീക്ഷണങ്ങളും അദ്ദേഹം നടത്തി. On the basis of these experiments, he understood the presence of electric charge in substance. ഇങ്ങനെ പരീക്ഷണങ്ങൾ നടത്തിയപ്പോൾ അദ്ദേഹത്തിന് എന്ത് മനസ്സിലായി? പദാർത്ഥങ്ങളിൽ ഇലക്ട്രിക് ചാർജിൻ്റെ സാന്നിധ്യം മനസ്സിലായി. വസ്തുക്കളിൽ ഇലക്ട്രിക് ചാർജിൻ്റെ സാന്നിധ്യം മനസ്സിലായി. ഹി എസ്റ്റാബ്ലിഷ്ഡ് ദാറ്റ് ദർ ആർ 2 ടൈപ്സ് ഓഫ് ചാർജ്. അദ്ദേഹം എന്ത് കണ്ടെത്തി? 2 തരത്തിലുള്ള ചാർജ് ഉണ്ടെന്ന് കണ്ടെത്തി. പോസിറ്റീവ് ചാർജ് ആൻഡ് നെഗറ്റീവ് ചാർജ്. ആൻഡ് ഇറ്റ് ഈസ് ദീസ് ഇലക്ട്രിക് ചാർജ് ദാറ്റ് എനേബിൾ എ സബ്സ്റ്റൻസ് ടു റിയാക്ട് വിത്ത് അനദർ സബ്സ്റ്റൻസ്. ഈ ഇലക്ട്രിക് ചാർജുകളാണ്, ഈ പോസിറ്റീവും നെഗറ്റീവും ചാർജുകളാണ് ഒരു പദാർത്ഥം മറ്റൊരു പദാർത്ഥവുമായിട്ട് റിയാക്ട് ചെയ്യാൻ, പ്രവർത്തിക്കാൻ സഹായിക്കുന്നത് എന്ന് അദ്ദേഹം കണ്ടെത്തി. അപ്പോൾ ഹംഫ്രി ഡേവിയുടെ കണ്ടെത്തലുകൾ മനസ്സിലായോ? അദ്ദേഹം വൈദ്യുതി ഉപയോഗിച്ചാണ് പരീക്ഷണം നടത്തിയത്. വൈദ്യുതി ഉപയോഗിച്ച് സംയുക്തങ്ങളിൽ നിന്ന് മൂലകങ്ങളെ വേർതിരിച്ചെടുത്തു. അതുപോലെ തന്നെ വൈദ്യുതി ഉപയോഗിച്ച് ദ്രാവകങ്ങളിലൂടെ വൈദ്യുതി കടന്നു പോകുമെന്ന് കണ്ടെത്തി. പിന്നെ അദ്ദേഹം പറഞ്ഞു എന്താണ്? 2 തരത്തിലുള്ള ചാർജ് ഉണ്ടെന്ന് കണ്ടെത്തി. അതാണ് പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും. ഈ ചാർജുകൾ, പദാർത്ഥങ്ങളിലുള്ള ഈ ചാർജുകളാണ് ഒരു പദാർത്ഥം മറ്റൊരു പദാർത്ഥവുമായി പ്രവർത്തിക്കാൻ സഹായിക്കുന്നതെന്ന് കണ്ടെത്തി. ഹംഫ്രി ഡേവിയുടെ കണ്ടെത്തലുകൾ അതായിരുന്നു. അതിനുശേഷം അടുത്ത ഒരു സയൻറ്റിസ്റ്റ് മൈക്കൽ ഫാരഡെ. മൈക്കൽ ഫാരഡെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. മൈക്കൽ ഫാരഡെ ആരാണ്? മൈക്കൽ ഫാരഡെ എന്ന് പറയുന്നത് ഫാദർ ഓഫ് ഇലക്ട്രിസിറ്റി, വൈദ്യുതിയുടെ പിതാവാണ് മൈക്കൽ ഫാരഡെ. From the experiments conducted alone with Sir Humphrey Davy, he found that electricity can pass through liquids. ഹംഫ്രി ഡേവിയും ലിക്വിഡിലൂടെ വൈദ്യുതി കടന്നു പോകും, ദ്രാവകങ്ങളിലൂടെ വൈദ്യുതി കടന്നു പോകുമെന്ന് കണ്ടെത്തി. അതേപോലെ തന്നെ മൈക്കൽ ഫാരഡെയും എന്ത് പറഞ്ഞു? ഇലക്ട്രിസിറ്റി ക്യാൻ പാസ് ത്രൂ ലിക്വിഡ്സ്. വൈദ്യുതി ദ്രാവകങ്ങളിലൂടെ കടന്നു പോകുമെന്ന്. ഇറ്റ് ഈസ് ഫൗണ്ട് ദാറ്റ് സം ലിക്വിഡ് സബ്സ്റ്റൻസ് ക്യാൻ ബി സെപ്പറേറ്റഡ് ഇൻ ടു ദെയർ കമ്പോണൻസ് ബൈ പാസിംഗ് ഇലക്ട്രിക് കറൻറ്റ് ത്രൂ ദം. അപ്പം എന്താ അദ്ദേഹം കണ്ടെത്തിയത്? ചില ലിക്വിഡ് സബ്സ്റ്റൻസ്, ചില ദ്രാവക പദാർത്ഥങ്ങളിലെ എന്ത് ചെയ്യുന്നു? ക്യാൻ ബി സെപ്പറേറ്റഡ് ഇൻ ടു ദെയർ കമ്പോണൻസ് ബൈ. അപ്പം അതിൻ്റെ ദ്രാവക പദാർത്ഥങ്ങളിൽ നിന്ന് അതിൻ്റെ ഘടകങ്ങളെ നമുക്ക് വൈദ്യുതി കടത്തിവിട്ട് വേർതിരിക്കാമെന്ന് അദ്ദേഹം കണ്ടെത്തി. അതിനെ നമ്മൾ എന്ത് പറയും? ഇലക്ട്രോളിസിസ് എന്ന് പറയും, വൈദ്യുത വിശ്ലേഷണം എന്ന് പറയും. ദെയർ ആഫ്റ്റർ ഹി പ്രൊപ്പോസ്ഡ് ദ ലോസ് ഇൻ കണക്ഷൻ വിത്ത് ദിസ്. ഇതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഒരു നിയമം കൊണ്ടുവന്നു. അതാണ് ലോ ഓഫ് ഇലക്ട്രോളിസിസ്, വൈദ്യുത വിശ്ലേഷണ നിയമം. However, they failed to explain the reason behind this process. പക്ഷേ അതിൻ്റെ പിന്നിലുള്ള പ്രവർത്തനവും എന്താണെന്ന് അദ്ദേഹത്തിന് നന്നായിട്ട് വിശദീകരിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ഈ നിയമം എന്ത് ചെയ്തു? പരാജയപ്പെട്ടു പോയി. അപ്പം മൈക്കൽ ഫാരഡെ എന്താ കണ്ടെത്തിയത്? മൈക്കൽ ഫാരഡയെ നമ്മൾ ഫാദർ ഓഫ് ഇലക്ട്രിസിറ്റി എന്നറിയപ്പെടുന്നു. അദ്ദേഹം ഹംഫ്രി ഡേവിയോടൊപ്പം ചേർന്ന് തന്നെ അദ്ദേഹത്തെ പോലെ തന്നെ ദ്രാവകങ്ങളിലൂടെ വൈദ്യുതി കടന്നു പോകുമെന്ന് കണ്ടെത്തി. അതുപോലെ തന്നെ വൈദ്യുതി കടത്തിവിട്ട് ദ്രാവകങ്ങളിൽ നിന്ന് അതിൻ്റെ ഘടകങ്ങളെ വേർതിരിക്കാമെന്ന് കണ്ടെത്തി. എന്നിട്ട് അദ്ദേഹം ഒരു നിയമം കൊണ്ടുവന്നു. അതാണ് ലോ ഓഫ് ഇലക്ട്രോളിസിസ്, വൈദ്യുത വിശ്ലേഷണം. പക്ഷേ അദ്ദേഹത്തിൻ്റെ കണ്ടെത്തലുകൾ വിജയിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. കാരണം വേണ്ടുന്ന രീതിയിലുള്ള അതിൻ്റെ പിന്നിലുള്ള റീസൺസ്, കാരണങ്ങളും ഒന്നും അദ്ദേഹത്തിന് വിശദീകരിക്കാൻ കഴിയാഞ്ഞതുകൊണ്ട് അതെന്ത് പറ്റി? പരാജയപ്പെട്ടു പോയി. അപ്പം നമ്മൾ 2 പേരുടെ പരീക്ഷണങ്ങളാണ് പഠിച്ചത്. അപ്പോൾ ഒന്ന് ഹംഫ്രി ഡേവിയും രണ്ടാമത്തേത് മൈക്കൽ ഫാരഡെയും. 2 പേരും ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചുള്ള പരീക്ഷണങ്ങളാണ് നടത്തിയത്. അപ്പം നിങ്ങൾ ഇന്ന് പഠിച്ചതിനകത്ത് ജോൺ ഡാൾട്ടൻ്റെ അറ്റോമിക് തിയറി, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അറ്റോമിക് തിയറി പഠിക്കണം. അതിനകത്ത് ഓരോ 5-6 പോയിന്റ്സ് ഉണ്ട്. ആ പോയിന്റ്സ് എല്ലാം ഓർത്ത് വെച്ചേക്കണം. പിന്നീട് ആ ജോൺ ഡാൾട്ടൻ്റെ അറ്റോമിക് തിയറിയിൽ
ബേസ് ചെയ്ത് അടുത്തടുത്ത പരീക്ഷണങ്ങൾ വന്നു. ആറ്റത്തേക്കാൾ ചെറിയ കണികകൾ ഉണ്ടോ എന്നുള്ള കണ്ടെത്തലുകളാണ്. അതിനുവേണ്ടി ഓരോ സയൻറ്റിസ്റ്റും നടത്തിയ പരീക്ഷണങ്ങളാണ്. അതിൽ 2 പേരുടെ കാര്യങ്ങൾ നമ്മൾ ഇന്ന് പഠിച്ചു. അപ്പോൾ ഇത്രയും പഠിച്ചത് നിങ്ങൾ നന്നായി വായിച്ച് മനസ്സിലാക്കുക. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ.